ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സം ഹിസ്റ്ററിയിലെ ലാസ്റ്റ് ബ്ലോക്ക്, ആറാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ എപ്പോഴും പറയും പോലെ പറയുകയാണ്, മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ഇംഗ്ലീഷിലുള്ള പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ അല്ല, വിവിധ സബ്ജക്റ്റുകളുടേതുണ്ട്. അപ്പോൾ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഹിസ്റ്ററിയിലെ ആറാമത്തെ ബ്ലോക്കിൻ്റെ പേര് ടുവാർഡ്സ് കൊളോണിയലിസം എന്നാണ്. കൊളോണിയലിസത്തിലേക്ക്, അതായത് കോളനിവൽക്കരണ കാലഘട്ടത്തിലേക്ക് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് വാസ്കോ ഡ ഗാമ എപ്പോക്കാണ്. വാസ്കോ ഡ ഗാമയുടെ കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് യൂറോപ്യന്മാരുടെ വരവോട് കൂടി കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമാക്കാനാണ്. അപ്പോൾ സാമൂഹിക സാഹചര്യം എടുത്താൽ മതപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുമതം വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. മതപരമായ സ്വാതന്ത്ര്യവും അതുപോലെ വിദ്യാഭ്യാസ വളർച്ചയും കൊണ്ടുവന്നെങ്കിലും അന്ധവിശ്വാസങ്ങളും മതപരമായ തർക്കങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസ വികസനം അത് യൂറോപ്യന്മാർക്കിടെ ഇത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ആധുനിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. മിഷനറി സ്കൂളുകൾ വഴി വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവം തന്നെ അവർ സൃഷ്ടിച്ചു. പക്ഷെ അതൊന്നും എന്തല്ല, നമ്മുടെ നാട്ടുകാരെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല. അവർക്ക് ഇവിടുന്ന് വിവരമുള്ള കുറച്ച് തൊഴിലാളികളെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ജോലിക്ക് ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്തതാണെങ്കിലും പിന്നീട് നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനി ആരോഗ്യരംഗം എടുത്താലോ, പാശ്ചാത്യ വൈദ്യശാസ്ത്രം കേരളത്തിൽ പരിചയപ്പെടുത്തി. അതുപോലെ ആധുനിക ആശുപത്രികൾ കേരളത്തിൽ തുടങ്ങി. പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടു. ഇനി സാമ്പത്തിക സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വാണിജ്യത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പാരമ്പര്യ വസ്തുക്കളായ മസാല, കാപ്പി മുതലായവ യൂറോപ്യന്മാർ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. തദ്ദേശ വാസികൾ ജീവിച്ചിരുന്ന രീതി തന്നെ ആകെ മാറി, അല്ലെങ്കിൽ അത് തകരാറിലായി. ഭൂനയം നോക്കുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട തദ്ദേശവാസികളുടെ ജീവിതം കഷ്ടത്തിലായി. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ മൂലം കർഷകർ കടുത്ത കടക്കണിയിലായി. ഇനി ധനപരമായ ഏകാധിപത്യങ്ങൾ അടുത്തത്. യൂറോപ്യൻ കമ്പനികൾ വിപണിയെ നിയന്ത്രിക്കുകയും തദ്ദേശ വ്യവസായങ്ങളെ അവരെ അടിച്ചമർത്തുകയും ചെയ്തു. ഇനി രാഷ്ട്രീയ സാഹചര്യം എടുത്താലോ, രാജ്യാന്തര ഇടപെടലുകളുണ്ടായി. അതായത് വിവിധ കൊച്ചി, തിരുവിതാംകൂർ രാജാക്കന്മാർ യൂറോപ്യൻ ശക്തികളുമായിട്ട് സഖ്യങ്ങളുണ്ടാക്കി. നിയന്ത്രണത്തിലായ കുറേ ഭരണകൂടങ്ങൾ രൂപം കൊണ്ടു. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷ് ഗവർണർമാരുടെ കീഴിൽ, അവരുടെ നിയന്ത്രണത്തിലാണ് ഭരിച്ചിരുന്നത്. പിന്നെ പുതിയ സൈനിക നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. അതോടുകൂടി പഴയ നാട്ടുചട്ടങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി. കോടതികളും പോലീസ് സംവിധാനങ്ങളും കേരളത്തിൽ സ്ഥാപിച്ചു. ഇതെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഇനി കേരളത്തിലെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പങ്ക് എന്താണെന്നുള്ളതാണ്. കേരളത്തിന് ഏകദേശം 590 കിലോമീറ്റർ നീളമുള്ള തീരദേശ മേഖലയുണ്ട്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം പുരാതന കാലം മുതൽ വാണിജ്യത്തിനും വിദേശ ബന്ധങ്ങൾക്കുമൊക്കെ അനുയോജ്യമായി നിലനിന്നു. പുരാതന തുറമുഖങ്ങളായ മുസിരിസ്, കൊല്ലം, കോഴിക്കോട്, കൊച്ചി മുതലായവ വഴിയാണ് എന്ത് ചെയ്തിരുന്നത്, വിവിധ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നത്. പശ്ചിമഘട്ടം കാപ്പി, മുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിന് അനുയോജ്യമായ കാലാവസ്ഥയും അതുപോലെ മണ്ണും ആണ് നൽകിയിരുന്നത്. പുഴകളുടെ ശൃംഖല ഉൽപ്പന്നങ്ങൾ നദീമുഖത്തേക്ക് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ തുറമുഖങ്ങളിൽ കയറ്റുമതി ചെയ്യാനുമൊക്കെ സഹായിച്ചു. കേരളം അനുഭവിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കപ്പൽ യാനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് എത്താനും തിരിച്ചു പോകാനും സഹായിച്ചു. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ പോലും അറബികളെ, ചൈനക്കാർ, റോമാക്കാർ തുടങ്ങിയവർക്കൊപ്പം ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് ഇവിടേക്ക് വ്യാപാര ബന്ധത്തിന് വരാനുള്ള ഒരു അവസരം ഉണ്ടായി. കേരളത്തിലെ ഭൂസ്ഥിതി വഴിയുള്ള പ്രവേശന സൗകര്യങ്ങൾ വിവിധ രാഷ്ട്രങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും തുറന്ന മനോഭാവം വളർത്തി. ഇത് വിദേശ വ്യാപാരത്തിനും വർദ്ധിച്ച ആശയവിനിമയത്തിനും വഴിയൊരുക്കുകയും ചെയ്തു. ഇനി പോർച്ചുഗീസുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിൽ കുഞ്ഞാലി മരക്കാർമാരുടെ പങ്കാണ്. ആരാണ് കുഞ്ഞാലി മരക്കാർ? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ കപ്പൽ സൈന്യത്തിൻ്റെ കമാൻഡർമാരെ വിളിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നൊരു പദവിയാണ്. ആളുകളുടെ പേരതല്ല, അത് അവരുടെ ഒരു പദവിയാണ്. ആകെ 4 പേർക്കാണ് കുഞ്ഞാലി മരക്കാർ എന്ന പേരുണ്ടായിരുന്നതെങ്കിലും അവരിൽ മൂന്നാമനും നാലാമനുമായ കുഞ്ഞാലിമാരാണ് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഉള്ള സമരത്തിൽ ശ്രദ്ധ നേടിയ ആളുകൾ. പോർച്ചുഗീസുകാർ കൊച്ചി ഉപകേന്ദ്രമാക്കി കേരളത്തിലെ ഏരിയയിലുള്ള കടലിന്മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ സാമൂതിരിയും കുഞ്ഞാലിമാരും ചേർന്ന് ശക്തമായിട്ട് അവരെ എതിർത്തു.
ചെറിയ വേഗതയിലുള്ള കപ്പലുകൾ ഉപയോഗിച്ച് വമ്പൻ പോർച്ചുഗീസ് കപ്പലുകൾ അവർ ആക്രമിച്ചു. ആര്? കുഞ്ഞാലിമരക്കാരന്മാർ. ഇവർ ഗറില്ല യുദ്ധശൈലിയും അതിനുവേണ്ടി ഉപയോഗിച്ചു. ഇതാർക്കറിയില്ല, പോർച്ചുഗീസുകാർക്ക് അറിയാത്തൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പോർച്ചുഗീസുകാർക്കിത് കടലിൽ ഭയം സൃഷ്ടിച്ചു. ആദ്യത്തെ സംഘടനാപരമായ സമുദ്രരക്ഷാസേന ഇന്ത്യയിൽ എത്തിച്ചവരാണ് ആര്? കുഞ്ഞാലിമരക്കാർമാർ. വിദേശ ആക്രമണത്തിനെതിരെ പ്രതിരോധം ഉറപ്പാക്കിയ ആദ്യ സമുദ്ര നായകന്മാരും ആര് തന്നെയാണ്? അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവരാണ് ആര്? കുഞ്ഞാലിമരക്കാർമാർ. നാലാം കുഞ്ഞാലിമരക്കാർ സ്വാധീന ശക്തിയായി മാറിയതോടെ സാമൂതിരിയും പോർച്ചുഗീസുകാരും ഒന്നിക്കുകയും അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു. അദ്ദേഹത്തെ എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലത്തെ കോട്ടയിൽ ആക്കുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്കിലും കുഞ്ഞാലിമാരുടെ സമരം പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ആദ്യത്തെ ദേശസ്നേഹപരമായ ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ് ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ മതനയം, അത് തദ്ദേശീയരായ ജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനവുമാണ്. പോർച്ചുഗീസുകാരെ ഭരണം വിശ്വാസപരമായിട്ട് കത്തോലിക്ക മതപ്രചാരണത്തിന് മുൻഗണന നൽകിയ ഭരണമായിരുന്നു അവരുടേത്. അതുപോലെ ഫ്രാൻസിസ്കന്, ജസ്യൂട്ട് മിഷണറികൾ മലയാളികൾക്കിടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിപുലമായിട്ട് പ്രവർത്തിച്ചു. ഫ്രാൻസിസ്കൻ, ജസ്യൂട്ട് മിഷണറികൾ എന്ന് പറഞ്ഞാൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന 2 വിഭാഗങ്ങളാണ് കേട്ടോ. പലപ്പോഴും മതപരിവർത്തനം ജനം എതിരിട്ടു. പക്ഷേ എന്ത് ചെയ്തില്ല, അധിനിവേശ ശക്തികൾ ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് അപ്പം ജനങ്ങളുടെ മേൽ മതമാറ്റത്തിന് പ്രചോദനം നൽകി അവരെ മതം മാറ്റുന്നതിലേക്ക് നയിച്ചു. മറ്റ് ക്രൈസ്തവ വിശ്വാസികളായ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് പോലും കത്തോലിക്ക ചട്ടങ്ങൾ പിഴവില്ലാതെ പിന്തുടരാൻ അവർ നിർബന്ധിച്ചു. അതായത് ക്രിസ്ത്യാനികളായതിൽ തന്നെ കത്തോലിക്കരല്ലാത്തവരെ പോലും അവരെന്ത് ചെയ്തു, മതപരിവർത്തനം ചെയ്യിച്ച് അതിലേക്ക് കത്തോലിക്കയിലേക്ക് മാറ്റി. അതാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പോലും എന്തുണ്ടായിരുന്നു, പരിവർത്തന ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദാരിദ്ര്യവും അടിച്ചമർത്തലും നേരിട്ട കുറേ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ പോർച്ചുഗീസുകാരുടെ പിന്തുണയും അവരുടെ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കുറേ ആളുകൾ മതം മാറിയിട്ടുമുണ്ട്. തദ്ദേശീയ മേഖലകളിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം അതിൻ്റെ ഫലമായിട്ട് വർദ്ധിച്ചു. അവർ ആശുപത്രികളും സ്കൂളുകളും കേരളത്തിൽ തുടങ്ങി. പാശ്ചാത്യ വിദ്യാഭ്യാസം മലയാളികൾക്ക് ആദ്യമായിട്ട് ലഭിച്ചിരുന്നത് ഈ സ്ഥാപനങ്ങൾ വഴിയാണ്. ഈ കാലഘട്ടത്തിലുമാണ് കേട്ടോ. സിറിയൻ ക്രിസ്ത്യാനികൾക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ ആശയവ്യത്യാസങ്ങളുണ്ടായിരുന്നു. മറ്റു മതവിശ്വാസികൾക്ക് ദുരവസ്ഥയും തകർന്ന നടപടികളും നേരിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. പോർച്ചുഗീസുകാരുടെ മതനയം കേരളത്തിൽ മതപരമായ ധാർമ്മികതയും അധിനിവേശവും ചേർന്ന ഒരു നിലപാടാണ് വളർത്തിയെടുത്തത്. അതിലൂടെ വിദ്യാഭ്യാസം, സാമൂഹിക പരിവർത്തനം എന്നിവ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മതമൗലികവാദവും മതവിഭാഗീയതയും വളരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കേരളക്കാർക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലുപരി മതമൗലികവാദവും മതവിഭാഗീയതയും കേരളത്തിൽ വളരുകയും ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക മതത്തിൻ്റെ കടന്നുവരവ് കേരളത്തെ ആഗോള ക്രൈസ്തവ ലോകത്തിൻ്റെ ഭാഗമാക്കിയെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലതരത്തിലും സമൂഹത്തിലുടനീളം, വിവിധ സമൂഹങ്ങൾക്കിടയിലുടനീളം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ, ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.